ഗാർഡൻ മേക്ക് ഓവറിന്റെ പാർട്ട് 2 ആണ്. ഇനിയിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്റെ ഉള്ള ചെടികളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സീറോ എക്സ്പെൻസ് ഗാർഡൻ മേക്ക് ഓവർ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഞാൻ ചെടികളൊന്നും മേടിക്കാൻ നിന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ചെലവാക്കാനായിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസ മുടക്കേണ്ട കാര്യമില്ല, എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യമൊന്നും വെച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. ഇനി കംപ്ലീറ്റ് ഒരു ഭംഗി വരണമെങ്കിൽ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ. ആ കാണുന്ന ചട്ടിക്കൊക്കെ എന്നെക്കാട്ടിലും വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ ചട്ടിയൊക്കെ എടുക്കാൻ പറ്റുന്നത്ര ഭാരം ഉള്ളായിരുന്നു, പക്ഷെ എനിക്ക് നടുവേനായുള്ള ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇത് മേക്ക് ഓവർ ഞാൻ ഇവിടുന്ന് തന്നെ മാറ്റി വെച്ച കുറച്ച് ചട്ടികൾ എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പക്ഷെ എന്തായാലും ഇതിപ്പോ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ ഇഷ്ടംപോലെ ചട്ടികളും ചെടികളും ഉള്ളതുകൊണ്ട് തന്നെ പുതിയത് മേടിക്കണം അങ്ങനെ ഒരു ടെൻഷൻ നമുക്കില്ല. അപ്പൊ ഒന്ന് നനച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അത് ഈസി ആയിട്ട് തന്നെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ബുദ്ധി ഉണ്ടെന്ന്. അപ്പൊ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ദാ ഇങ്ങനെ എല്ലായിടത്തും കുറെ ചെടികളുണ്ട്. പിന്നെ ഈ ചെടികളും ചട്ടികളും മൊത്തം നമുക്ക് വീട് പണി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ളത് തന്നെയാണ്. ആ ഒരു സ്കൂട്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഏരിയയിൽ ഫുള്ള് ഞാൻ വെച്ചിരിക്കുന്നത് ഇലച്ചെടികളാണ്. നിങ്ങൾ അവിടെ ഒരു ഗണപതിയുടെ ഫ്രെയിം കണ്ടോ? അത് ഈ ഓണത്തിന് വീട് ഡീപ് ക്ലീൻ ചെയ്തപ്പം പൊട്ടിയത് കണ്ടിട്ട് ഞാനെടുത്ത് പുറത്ത് വെച്ചതാണ്. ഇനി അതുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിന്റെ ആൽത്തറ വെക്കണം. ഈ ഒരു കിണർ പോർഷൻ ആണ് എന്റെ ഫേവറേറ്റ് ഗാർഡൻ ഏരിയ. അപ്പൊ കംപ്ലീറ്റ്ലി നമ്മുടെ മേക്ക് ഓവർ തീർന്നിട്ടില്ല. ഇതിനൊരു പാർട്ട് 3 ഉണ്ട്. അപ്പൊ അതിൽ കാണാൻ ബാക്കി വിശേഷം.